കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാൻ, ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങി വരുവാൻ, നാം ആരാധിക്കുന്ന കർത്താവിനെ കുറിച്ചുള്ള ഒരാഴമായ ആത്മീയ കാഴ്ചപ്പാട് കർത്താവ് ഇന്ന് പകൽ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകുവാൻ എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് 50 നിമിഷം എല്ലാ കരങ്ങളും തുറന്ന ദൈവത്തെ സ്തുതിച്ച് ദൈവങ്ങളെല്ലാവരും ദൈവത്തെ 50 നിമിഷം സ്തുതിച്ചിട്ട് കർത്താവിനെ ആരാധനയ്ക്ക് യോഗ്യനായി, സ്തുതികൾക്ക് യോഗ്യനായി, മഹത്വത്തിന് യോഗ്യനായി ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവ് എല്ലാ അന്ധകാരത്തിന്റെ ബോധങ്ങളെയും എല്ലാ നിരാശയുടെ ചിന്തകളെയും എല്ലാ കർത്താവിന്റെ ഹൃദയ ഭാരങ്ങളെയും നിന്റെ ജനത്തിൽ നിന്ന് എടുത്തു മാറ്റി അവിടുത്തെ സമാധാനം, അവിടുത്തെ സന്തോഷം, അവിടുത്തെ ബലം, അവിടുത്തെ നിറവ് നിന്റെ ജനത്തിനുമേ ഇന്ന് പകരണമേ. വചന പ്രകാശനത്തിന് വിരോധമായി, വചന സ്വീകരണത്തിന് വിരോധമായി ജനത്തോട് പോരാടുന്ന എല്ലാ അന്ധകാര കോരികളെയും നമ്മൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ശാസിക്കുകയാണ്. ജനങ്ങൾ അവകാശപ്പെടുകയാണ്. നിന്റെ ജനത്തിന് സന്തോഷമായി, അവർക്ക് ബലമായി, അവർക്ക് ധൈര്യമായി ഇന്ന് പകൽ വ്യാപരിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവ് തന്നെ എല്ലാം നന്നായി ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവാത്മാവ് തന്നെ സകലത്തെ നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം. അടിയനെ തൃക്കരത്തിൽ തരുന്നു. അതിന്റെ ബലവും ശബ്ദവും ദൈവകൃപയും തന്ന് ശുശ്രൂഷിക്കാൻ സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സഭായോഗത്തിൽ നിങ്ങളോട് ഒരുമിച്ച് സന്തോഷിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവവചനം പങ്കുവെക്കുവാൻ ദൈവം എനിക്ക് വീണ്ടും അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസത്തെ ഓർത്ത് സഹശുശ്രൂഷകരായ കർത്തൃദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന്റെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. തികച്ചും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് നിങ്ങളോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനോട് പറഞ്ഞു, ഞാനിവിടെ വന്ന് ദൈവത്തിന്റെ മഹാകൃപയാൽ എനിക്ക് എല്ലാ ദിവസങ്ങളിലും ശുശ്രൂഷിക്കുന്ന അവസരങ്ങളുണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ദേശത്ത് വരുന്നത്. എന്നാൽ ഞാൻ ബോധപൂർവം ഒരു 3-4 ദിവസം പ്രോഗ്രാം കൊടുക്കാതിരുന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഇടങ്ങളിൽ ശുശ്രൂഷിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. പക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, ദൈവം എന്നെ പ്രത്യേകമായി അയച്ചത് നിങ്ങളുടെ മധ്യത്തിലായതുകൊണ്ടാകാം. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ദൈവവചനം പ്രസംഗിക്കുന്നത് ഈ സഭയിലാണ്. ദൈവവചനം ഏറ്റെടുക്കാൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഐക്യതയിൽ ദൈവവചനത്തോട് പ്രതികരിക്കാൻ തയ്യാറുള്ള ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വളരെ സന്തോഷവും നന്ദിയുമുണ്ട് ബഹുമാന്യ ദൈവദാസന്മാരോട്, ഈ സഭയോട്, ഈ ദേശത്ത് വരാനും ഇങ്ങനെ ശുശ്രൂഷിക്കായ അവസരങ്ങൾ എല്ലാവരും വേണ്ടി ഒരുക്കുകയും ചെയ്തതിൽ ഞാൻ കർത്താവിന് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി മലബാറിൽ ആരും അറിയാതെ വേല ചെയ്ത ഒരു ദൈവദാസനെ വിളിച്ച് ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേദി ഒരുക്കിയതിൽ, നിങ്ങളെ ദൈവം അതിന് പ്രേരിപ്പിച്ചതിൽ, കടന്നു വരാൻ എനിക്ക് ദൈവം അവസരം തന്നതിൽ ഞാൻ എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ വന്ന ആ ദിവസങ്ങളിൽ പാസ്റ്ററോട് അന്ന് ആദ്യ ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ ഓർപ്പിച്ചു, ഈ സ്ഥലത്തേക്ക് വരികാനും ഇങ്ങനെ ശുശ്രൂഷിക്കാൻ അവസരം ഉണ്ടാകാനും ദൈവം എന്നോട് 2-3 നിലകളിൽ 2-3 വ്യക്തികളിലൂടെ സംസാരിച്ചതിന്റെ തുടർച്ചയായി ആ ദിവസങ്ങളിലാണ് എനിക്ക് ഇവിടെ നിന്നുള്ള ഫോൺ കോൾ വരുന്നത്. എനിക്ക് വളരെ വ്യക്തമായി ബോധ്യമായി ഇത് ദൈവത്തിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നൽകി. അത്യാസന്ന നിലയിലുള്ള ഒരു 3 രോഗികൾ എന്റെ സഭയിൽ കിടപ്പുണ്ട്. ഏത് സമയത്തും പോകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സെമിത്തേരി റെഡിയാക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് പോകുന്നത് അറിയുന്നില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് പോരുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നിനക്ക് ഹിതമാണെങ്കിൽ ഞാൻ മടങ്ങി വരുന്നത് വരെ ഇവരെ കാണണം. കാരണം അവരുടെ പാസ്റ്റർ സ്ഥലത്തില്ലാത്തപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മുടെ ആളുകളല്ലേ എല്ലാം ഞാൻ ക്രമീകരിച്ചിട്ടാ പോകുന്നെങ്കിൽ ആളുകൾ പറയും പാസ്റ്റർ കറങ്ങാൻ പോയി, തക്ക സമയത്ത് ആളില്ല എന്ന് പറയാതിരിക്കാൻ ദൈവത്തോട് ഞാൻ പ്രത്യേകം
ഞാൻ ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ശുശ്രൂഷിച്ച അവസരങ്ങൾ നൽകുകയും എന്നെ ഭവനങ്ങളിൽ കൊണ്ടുപോയി നല്ല ഭക്ഷണം എനിക്ക് വെച്ച് തരികയും ശുശ്രൂഷിക്കുകയും ചെയ്ത എല്ലാ സഹോദരി സഹോദരന്മാരോടും കുടുംബങ്ങൾ എല്ലാവരോടും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുന്നു. പേര് പറയാനാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേര് പറയണം, അത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കും അറിയാം. അവൻ ദൈവത്തിന് സ്തോത്രം. ഇനി അങ്ങനെ പ്രത്യേകം പറഞ്ഞ് വല്ല പ്രതിഫലവും ദൈവം തമ്മിലാണ് നിങ്ങൾക്ക് തരാനുള്ളത് ഞാനായിട്ട് കളയുന്നുമില്ല. കർത്താവിന്റെ സ്തോത്രം. നിശ്ചയമായും നിങ്ങളെ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഏറിയ നാളുകളിലെ പ്രാർത്ഥനകൾക്കുള്ള ചില മറുപടികൾ കൂടെ കർത്താവ് എനിക്ക് ഈ യാത്രകളിലൂടെ സാധിപ്പിച്ചു എന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാറ്റിനും ദൈവം ഉപയോഗിച്ച സകല ദൈവവംശത്താലും കർത്താവിന് മഹത്വം നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നലെ രാത്രി ചിന്തിച്ചൊരു കാര്യം, ഇനി അവിടെ ചെന്നാൽ എനിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്നാന്ന് ചോദിച്ചാൽ രാത്രി 12 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ഭാര്യയെ വിളിക്കും. ഇവിടെ വന്ന് ശീലമായി പോയിരുന്നു. കുറച്ച് ദിവസത്തേക്ക് അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടേണ്ടി വരുമായിരിക്കും. 12 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രയാസം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് ചിന്ത. ഏതായിരുന്നാലും കർത്താവ് ഇത്രത്തോളം എല്ലാം ഭംഗിയായി ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദൂതന്റെ ശുശ്രൂഷ ചെയ്യാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ആളുകൾ ഇതിനകത്തുണ്ടെങ്കിൽ, ദൂതന്മാരുടെ ശുശ്രൂഷ ചെയ്യാൻ, ദൂതന്റെ ശുശ്രൂഷകളിൽ ഒന്ന് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മറ്റൊന്നുമല്ല, ഏലിയാവിനെ ദൂതൻ തട്ടി ഉണർത്തിയെന്നാണ് എനിക്ക് നടത്തിയിരിക്കുന്നവരെ ഒന്ന് തട്ടി ഉണർത്തി നിങ്ങൾക്ക് ആ ശുശ്രൂഷയുടെ ഭാഗമാകാം. അങ്ങനെയുള്ളവരെ മാത്രം, അല്ലാത്തവരെ തട്ടുക. ക്രൈസ്തവോ, ദൈവം ചിലപ്പോഴൊക്കെ നമുക്ക് ഏതൊക്കെ അവസരങ്ങളാണ് ശുശ്രൂഷയ്ക്ക് തരുന്നത് ആർക്കറിയാം. ശുശ്രൂഷ ഇല്ലാത്തവർക്ക് അത് തന്നെ ഒരു ശുശ്രൂഷയായിട്ട് ഇരിക്കട്ടെ. ക്രൈസ്തവോ, ഇതുപോലെ കർത്താവ് നമ്മെ എല്ലാവരും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഈ കഴിഞ്ഞ 2-3 ദിവസം ഞാൻ ഒരു സഭയിൽ ഉപവാസ പ്രാർത്ഥനയില്ല. അവരെന്നെ പകലും രാത്രിയിലും അങ്ങനെ ശുശ്രൂഷയ്ക്ക് അവസരം തന്നെ ഞാൻ എല്ലാം ക്ഷീണിച്ചിരിക്കുക. ഇന്നിനി ഇത് കഴിഞ്ഞ് ഞാൻ ഒരു 2 മീറ്റിങ്ങിലൂടെ പ്രസംഗിക്കണം. അതോടെ കഴിയുമ്പോഴേക്കും എൻ്റെ ശുശ്രൂഷ ഇവിടുത്തെ തീരും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കും. നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാളെ രാവിലെ ദൈവം അനുവദിച്ചാൽ ഞാൻ തിരിച്ചു പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ദൈവത്തിന് തിരികെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് കാണും. ഇനി അതിനവസരം ഉണ്ടായില്ലെങ്കിലും നമ്മൾ ഒരു ദിവസം കാണും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇവിടെ കണ്ട എല്ലാവരെയും അവിടെ കാണാനുള്ള വരണം എന്ന ഒറ്റ ആഗ്രഹം ഇന്ന് പകൽ എനിക്ക് ദൈവസന്നിധിയിലുണ്ട്. ഭൂമിയിൽ നമ്മൾ കാണുന്നതോ കാണാതിരിക്കുന്നതോ ഒന്നും വലിയ കാര്യമല്ല, പക്ഷെ അവിടെ കാണാതിരിക്കുന്നത് വലിയ കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന ആരും ഈ ദിവസങ്ങളിലെ വചനം കേട്ട ഒറ്റ ദൈവമക്കൾ പോലും അവിടെ എത്താതെ പോകരുത്. ഇന്ന് പകൽ അതിനുള്ള ഒരുക്കം നിങ്ങളുടെ ജീവിതത്തിൽ കരുതിക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവൻ കർത്താവെല്ലാം ഇതുവരെ നന്നായി ചെയ്തു. ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നമ്മുടെ വചനചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. റോമാലേഖനം 9-ാം അധ്യായം 5-ാം വാക്യം. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. തീർന്നില്ല, ഇതിനകത്ത് ഒരു ഒറ്റ വാക്കോടെ കിടക്കണം. ആമേൻ. മതി. അവൻ എന്നേക്കും ദൈവമായി, സർവത്തിനും മീതെ ദൈവമായി, എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ആ വാക്യം ശരിയായി മനസ്സിലാക്കിയ ദൈവമക്കളെല്ലാം കൂടെ ആമേനോട് ചേർന്ന് പറയാം. നമ്മൾ ചിലപ്പോഴൊക്കെ ആ വാക്യത്തിൽ ആമേൻ 2ാമത്തെ ഭാഗത്ത് അങ്ങ് പോകും. പക്ഷെ അത് സത്യത്തിൽ ആ വാക്യം പറഞ്ഞു കഴിയുമ്പോൾ പറയേണ്ട വാക്കായി ആമേൻ. കാരണം നാം ആരാധിക്കുന്ന കർത്താവ് ആരാണെന്ന് തിരിച്ചറിയാൻ ഒരാത്മീകന് കഴിയുമ്പോൾ അവൻ അറിയാതെ പറയും, അതെ ആമേൻ, എന്റെ കർത്താവ് അങ്ങനെ തന്നെയാണ്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ട കർത്താവ്. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. നാം ആരാധിക്കുന്ന കർത്താവ് ആരാണെന്ന്
വ്യത്യാസം ഉണ്ടാകും. സ്തോത്രം. ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, മലയാളികൾക്ക് രണ്ട് പ്രത്യേകത ഉണ്ടെന്ന്. ഒന്ന് സിംപ്ലിസിറ്റിയും, മറ്റേത് സിംപ്ലിസിറ്റിക്കുമാണ്. ദൈവവചനം കേൾക്കുമ്പോഴും അങ്ങനെ സിംപ്ലിസിറ്റി ചെയ്താൽ ദൈവസന്നിധിയിൽ ഒന്ന് ദൈവത്തിന് സ്തോത്രം പറയാം.